ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതുവരെയായിട്ടും നമ്മളിപ്പോൾ തീർച്ചയായിട്ടും ഒരു റെപ്പോസിറ്ററി നമ്മൾ ഡാറ്റ റെപ്പോസിറ്ററി കൊണ്ടുവന്നു നമ്മളത് റൺ ചെയ്തു, സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ Tailwind CSS എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകും. ഇപ്പോൾ Tailwind CSS എന്താണ്? ഒരു ഫ്രെയിം വർക്ക് ആണ്. ആ ഫ്രെയിം വർക്കിൽ ഓൾറെഡി പ്രീ റിട്ടൺ ആയിട്ട് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൈലിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എഴുതണ്ട, സ്വിച്ച് ചെയ്യണ്ട, HTML CSS ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ഒന്ന് പഠിക്കാം. എങ്ങനെയാണ് Tailwind വർക്ക് ചെയ്യണം, എങ്ങനെയാണ് നോർമൽ സ്റ്റൈലിംഗ് ഒക്കെ, എങ്ങനെ എന്തൊക്കെ സ്റ്റൈലിങ്സ് ഉണ്ടെന്നുള്ളതും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ SRCൻ്റെ അകത്ത് നമ്മളൊരു ഫയൽ ഉണ്ടാക്കും, Navbar. നമ്മളിപ്പോൾ ഒരു ടോട്ടൽ Navbar അങ്ങ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ചെയ്ത റെഫറൻസ് ആയിട്ട് എടുക്കുന്ന റിയാക്ട് വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞ ടോപ്പിലൊരു ലെഫ്റ്റ് സൈഡിലൊരു ഐക്കൺ ഉണ്ട്, ഒരു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഇപ്പൊ ലാംഗ്വേജ് സെലക്ട് ചെയ്യാറുണ്ട്, സൈൻ ഇൻ സൈൻ ഔട്ട്, ഈ മൂന്ന് ഇതിനാണ് Navbar എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ Navbar ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യമായിട്ട് ഓക്കെ Navbar ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ RAFCE റിയാക്റ്റിന്റെ ഒരു സ്നിപ്പറ്റ് ആണ്. സ്നിപ്പറ്റ് എന്ന് വെച്ചാൽ മറ്റേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അടിച്ച് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, അതിനനുസരിച്ച് എന്ത് കോഡാണോ അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ റിയാക്റ്റിന്റെ ഇമ്പോർട്ട് റിയാക്ട് ഫ്രം റിയാക്ട് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പ്രിന്റ് ആയി വരാനുള്ള ഷോർട്ട് കട്ടാണ് RAFCE. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഇപ്പോൾ Navbarന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ Navbarന്റെ ആദ്യം ഒരു ലെഫ്റ്റ് സൈഡ് ഉണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലാണ് ഇമേജ് ഉള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു ഡിവ് ഉണ്ടാക്കി. ഓക്കെ, ഡോട്ട് ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ ഒരു ഡിവ് ഉണ്ടാക്കി. ഇതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്ത് ലോഗോ എന്ന് സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യും, എനിക്കൊരു റൈറ്റ് സൈഡും ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാൻ ഇവിടെ വേറൊരു ഡിവ് സെറ്റ് ചെയ്യും. ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യും, സൈൻ ഉണ്ട്, സൈൻ ഔട്ട് ഉണ്ട്, സൈൻ അപ്പ് സൈൻ ഇൻ കൊടുക്കാം, സൈൻ അപ്പ് കൊടുക്കാം, ആൻഡ് ഡ്രോപ്പ് ഡൗൺ. ഓക്കെ, ഗുഡ്. ഇനി അപ്പൊ ഇത്രയും കാര്യങ്ങൾ. ഇനി നമുക്ക് ആദ്യം ലോഗോ കൊണ്ടുവരാം. ലോഗോ കൊണ്ടുവരാൻ നമുക്ക് എന്തുണ്ട്, ഒരു IMG ടാഗ് ആദ്യം പറയുക. ഇതിൻ്റെ അകത്ത് SRCൻ്റെ അകത്താണ് നമ്മൾ കൊണ്ടുവരണം. നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഇപ്പോൾ ഒരു നെറ്റ്ഫ്ലിക്സ് ലോഗോ ഞാൻ ഇവിടെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്ത് കോപ്പി ഇമേജ് അഡ്രസ് വെച്ചിട്ട് ആ ഇമേജ് ഞാൻ കൊണ്ടുവന്നു. ഓക്കെ, ഇമേജ് വന്നോ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഇപ്പൊ എന്ത് ചെയ്തിട്ടില്ല, ഈ Navbar എന്ന് പറഞ്ഞ സാധനം ആപ്പിൽ വിളിച്ചിട്ടില്ല, app.csൽ വിളിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ഈ ഹലോ ഫ്രണ്ട്സ് ഹലോ വേൾഡ് സംഭവങ്ങളൊക്കെ മാറ്റിയിട്ട് ഇവിടെ ആദ്യം എന്ത് ചെയ്യാം, ഇമ്പോർട്ട് Navbar ഫ്രം ./Navbar. ഓക്കെ, ഗുഡ്. അപ്പൊ Navbar കൊണ്ടുവന്നു. ഇനി എന്ത് ചെയ്യാം, കണ്ട Navbar നമ്മൾ വിളിച്ചു. അപ്പൊ നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞത് വന്നിട്ട്. ഓക്കെ, ഇനി ഞാനിവിടെ ഇമേജ് വന്നിട്ടുണ്ടല്ലോ, ഇനി ഞാൻ ഇമേജിനൊന്ന് ചെറുതാക്കാം. അപ്പൊ ആദ്യം നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന സാധനമാണ് വിഡ്ത്ത് എന്ന് പറഞ്ഞ സാധനം. വിഡ്ത്ത് എന്ന് വെച്ചാൽ വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. ഇപ്പൊ വിഡ്ത്ത് 20 പറഞ്ഞു, സൈസ് പക്ഷെ റെഡ്യൂസ് ആയിട്ടില്ല. ഇപ്പൊ ഒരു ഹൈറ്റ് 4 എന്ന് പറയാം, ഭയങ്കര ചെറുതാവേണ്ടതാണ്, ആയിട്ടില്ല. അപ്പൊ അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇവിടെ Tailwind കോൺഫിഗിന്റെ അകത്ത് നമ്മൾ കണ്ടന്റ് എന്ന് പറഞ്ഞ എന്തൊക്കെ സ്ഥലത്താണ് Tailwind വരണ്ടേന്നുള്ളതിനകത്ത് HTML-ഉം JS-ഉം ആണ് പറഞ്ഞത്. എന്റെ ഈ ഫയൽ എന്ന് പറഞ്ഞാൽ JSX ആണ്, ജാവാസ്ക്രിപ്റ്റും HTML-ഓടും മിക്സ് ആക്കിയാണ് JSX എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്യും, JSX എന്നും കൂടെ കൊടുക്കും. ഓക്കെ, അപ്പൊ അതും കൂടെ അറ്റാച്ച് ചെയ്യണം എന്നുള്ള കണ്ട. ഇപ്പൊ ഇത് വർക്ക് ചെയ്യണതില്ലേ. അപ്പൊ ഇതാണ് ബേസിക്കലി സംഭവം കേട്ടോ. അപ്പൊ ഞാൻ ഇനി ഒരു വിഡ്ത്ത് 32 കൊടുത്തു. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പല പല സൈസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് സൈസ് പലതും ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. 48 കണ്ട, ഇപ്പൊ ഒരു 48 സൈസായി. ഓക്കെ, ഇനി എൻ്റെ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യണം, ഒരു ഡ്രോപ്പ് ഡൗൺ വേണം. അപ്പൊ ഒരു ഡ്രോപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം
ഒരു സെലക്ട് ടാഗ് എടുത്ത് മനസ്സിലായല്ലേ? ഇതിൻ്റെ അകത്ത് സെലക്ട് ടാഗ് ഉണ്ട്. സെലക്ട് എന്ന് പറഞ്ഞ ടാഗിൻ്റെ അകത്താണ് അങ്ങനെ സെറ്റ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ വാല്യൂ എന്ന് വെച്ചാൽ ഇംഗ്ലീഷാണ്, സൈൻ അപ്പ് സൈൻ ഇൻ അല്ല, മലയാളം എന്ന് വെച്ചാൽ 2 ലാംഗ്വേജ് നമ്മൾ നോക്കാമെന്ന് വെച്ചു. ഓക്കെ, അപ്പം ഓപ്ഷൻ്റെ അകത്ത് ഇംഗ്ലീഷ് മലയാളം എന്ന് പറഞ്ഞ 2 സംഭവമുണ്ട്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഇത് കണ്ട ഇംഗ്ലീഷ് മലയാളം. ഓക്കെ, ഗുഡ്. അപ്പം അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ അത് സെറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് വരുന്ന കാര്യം എന്ന് വെച്ചാൽ എന്താ, സൈൻ അപ്പും സൈൻ ഇൻ ബട്ടനാണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഒരു ബട്ടൺ സെറ്റ് ചെയ്യുക. അതിനകത്ത് സൈൻ അപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ കോപ്പി ഉണ്ടാക്കിയിട്ട് സൈൻ ഇൻ ആക്കും. ഓക്കെ, ഗുഡ്. സൈൻ അപ്പും സൈൻ ഇനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സ് എന്ന സാധനം വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ഇംഗ്ലീഷ് സൈൻ ഇൻ സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഈ ബട്ടൺസ് കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിലാണ് പോകേണ്ടത്. എന്നാൽ ഇത് താഴെ കിടക്കുവാണ്. അപ്പോൾ നമുക്ക് ഇത് അപ്പോൾ നമ്മൾക്ക് ഇനിയിപ്പോൾ ബേസിക്കലി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക് ആയിട്ട് നമ്മൾ 2 സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഡിവ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ പറഞ്ഞ ഡിവിൻ്റെ അകത്താണ് ഇമേജ് കിടക്കണം. ഈ പറഞ്ഞ ഡിവിൻ്റെ അകത്ത് സെലക്റ്റും ബട്ടണൊക്കെ കിടക്കണം. അപ്പോൾ ഈ 2 സാധനങ്ങളും ഒറ്റ വരിയിലെത്തിക്കണം. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ നെറ്റ്ഫ്ലിക്സിൻ്റെ അതേ വരിയിൽ തന്നെ ഇംഗ്ലീഷും സൈനും സൈനപ്പും ഒക്കെ വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ പാരൻ്റ് ആയിട്ടുള്ള ഡിവ്, ഓക്കെ, അതിൻ്റെ പാരൻ്റ് ആയിട്ടുള്ള ഡിവിന് നമ്മൾ ഫ്ലെക്സ് എന്ന് കൊടുക്കും. ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് പറഞ്ഞ CSS സ്റ്റൈൽ ആയവരൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഫ്ലെക്സ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ഇവർ 2 കൂടെ ഒറ്റ വരിയിൽ വരണം. ഓക്കെ, ഗുഡ്. അപ്പോൾ ഇതാണ് ഫ്ലെക്സ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെക്സ് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഫ്ലെക്സ് കൊണ്ടുവന്നപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒറ്റ വരി വെക്കുക. എനിക്ക് എന്താണെന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും മറ്റെല്ലാം റൈറ്റ് സൈഡിലും അല്ല. അപ്പോൾ ഇത് 2 അറ്റത്ത് പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ഇനി എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ജസ്റ്റിഫൈ ബിറ്റ്വീൻ എന്ന് പറയും. ജസ്റ്റിഫൈ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ 2നും ഇടക്കും നല്ലൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം എന്നാണ്. അപ്പോൾ അത് 2 അറ്റത്ത് പോകും. ഓക്കെ, ഗുഡ്. അപ്പോൾ 2 അറ്റത്ത് പോയി ഇരിക്കുകയാണ് ഇപ്പോൾ. അത് വർക്കിംഗ് ആയി. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2 അറ്റത്താണ്. എന്നാൽ എനിക്കിത് 2 ഇപ്പോൾ അറ്റത്ത് പോയി ഇരിക്കുകയാണ്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രശ്നം, ഈ പറഞ്ഞ ഇംഗ്ലീഷ് സൈൻ ഇൻ സൈൻ അപ്പ് എന്നുള്ളതെല്ലാം ഭയങ്കര അടുപ്പിച്ചിരിക്കുക. അപ്പോൾ അതെനിക്ക് സോൾവ് ചെയ്യണം. അത് സോൾവ് ചെയ്യാനായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അതാണ് അടുത്ത ഫ്ലെക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഞാൻ ആദ്യം ഫ്ലെക്സ് ഇടുക, വ്യത്യാസമൊന്നുമില്ല, സെയിം ആയിട്ട് ജസ്റ്റ് ആ സൈസ് ഇൻക്രീസ് ആയെന്നുള്ളൂ കേട്ടോ. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടി ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ക്ലാസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഒരു വാല്യൂ 5 എന്ന് കൊടുത്തെന്ന് വിചാരിച്ചോ. ഓക്കെ, 1.25 m ആണ് നിൽക്കേക്കണം. കണ്ട, അപ്പോൾ ഇവർ തമ്മിലെല്ലാം ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഗുഡ്. അപ്പോൾ ഇതാണ് എന്തെന്ന് ബേസിക്കലി നമ്മൾ ഫ്ലെക്സിൻ്റെ 2ാമത്തെ ആപ്ലിക്കേഷൻ. സെറ്റാണല്ലോ. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് സൈനും സൈനപ്പ് എന്നൊക്കെ വന്നിട്ട്. ഇനിയിപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈനപ്പ് സൈൻ എന്നൊക്കെ പറഞ്ഞ സാധനം ആ സൈനപ്പ് എന്ന് പറഞ്ഞാൽ ഭിത്തിയുടെ അങ്ങേ അറ്റത്തോട്ട് മുട്ടിയിരിക്കുക. അപ്പോൾ ഈ മുട്ടിയിരിക്കണം നമുക്കൊന്ന് കുറച്ച് അകത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പം നമുക്കിപ്പോൾ എന്തുണ്ട്, ഇതൊരു ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാമല്ലോ. അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇൻസ്പെക്ട് ചെയ്യാൻ പോവാം. ഇൻസ്പെക്ട് ചെയ്യുമ്പോഴത്തേക്ക് F12 അടിച്ചാൽ മതി കേട്ടോ. ഇൻസ്പെക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഡിവ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഫ്ലെക്സും ജസ്റ്റിഫൈ ബിറ്റ്വീനെ കൊടുത്ത ആ ബോക്സ് ആണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബോക്സിൻ്റെ അകത്തുള്ള കണ്ടന്റിനെ എനിക്ക് അകത്തോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അകത്തോട്ട് സ്ക്വാഷ് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ് പാഡിങ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുകയാണ്, ഈ പറഞ്ഞ ആൾക്ക് പാഡിങ് സെറ്റ് ചെയ്യണം. അപ്പോൾ പാഡിങ് സെറ്റ് ചെയ്യാൻ P- നമുക്ക് എന്താണോ വേണ്ട ആ വാല്യൂ കൊടുക്കുക. ഇപ്പം ഞാൻ ഒരു 5 എന്ന് കൊടുത്തെന്ന് വിചാരിച്ചോ. കണ്ട, ഇപ്പം എല്ലാ സൈഡിൽ നിന്നും ഒരു 5 ഒരു ഡിസ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ബെറ്റർ ആയിട്ടുള്ള ഒരു രൂപത്തിൽ നീങ്ങി അത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ പാഡിങ് സെറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ പാഡിങ് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇപ്പം എനിക്കിപ്പോൾ എക്സും വൈയിലും ഇത് വർക്ക് ചെയ്ത് ടോപ്പും ബോട്ടം ലെഫ്റ്റും റൈറ്റും കാണുന്നുണ്ട്. എനിക്ക് എക്സ് ആക്സിസിന് മാത്രം തന്നെങ്കിൽ ഞാൻ PX കൊടുക്കും. ഓക്കെ, സോ യു ക്യാൻ സി
ടോപ്പും ബോട്ടം ഒന്നും സംഭവിച്ചിട്ടില്ല, എക്സും റൈറ്റും ലെഫ്റ്റും മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. സിമിലർ ആസ് പി വൈ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, പാഡിങ്ങും വൈയും സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതെന്ത് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സൈനപ്പ് സൈൻ എന്നൊക്കെ പറഞ്ഞത് ഇച്ചിരി കൂടി വലുതാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ബട്ടൺ ഒരു ക്ലാസ് നെയിം കൊടുക്കും, എന്തെന്ന്, ടെക്സ്റ്റ്. ഇപ്പൊ എനിക്കൊരു സാധനത്തിന്റെ സൈസ് കൂട്ടുക, അതിന്റെ ഫോണ്ടൊക്കെ പറയുക, ബോൾഡാക്കുക, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അല്ല ടെക്സ്റ്റിന്റെ കളറൊക്കെ നമുക്ക് ടെക്സ്റ്റ് വെച്ച് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ ഞാൻ ഒരു ടെക്സ്റ്റ് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പൊ പല പല സൈസുകളുണ്ട്. ഇപ്പൊ ഞാൻ കൺട്രോൾ സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ പല പല ആട്രിബ്യൂട്ട് ഉണ്ട്. ഇത് കണ്ട SM, ബേസ്, LG. ഇപ്പൊ ഞാൻ LG എന്ന് കൊടുക്കുമെന്ന് ചോദിച്ചോ, കണ്ടില്ലേ, സൈനപ്പ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടി വലുതായി. ഇപ്പൊ ഞാൻ എക്സൽ കൊടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ മച്ച് മോർ ഡിഫറൻസ് വെച്ചോ, കണ്ടോ, സൈനപ്പ് LG മതി. ഇതേ സാധനം തന്നെ എന്ത് ചെയ്യുക, സൈനിനും കൊടുക്കുക. ഇപ്പൊ രണ്ടും അത്യാവശ്യം വലുതായിട്ടിരിക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ബട്ടണും നമുക്ക് എന്ത് ചെയ്യണം, ഒരേ സ്റ്റൈലിംഗ് ആണ്. അപ്പൊ ഞാനിവിടെ ഓൾട്ട് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് രണ്ടും കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇവർക്ക് ഒരു ബോർഡർ സെറ്റ് ചെയ്യാൻ പോവാം. ബോർഡർ ബോർഡർ എന്ന് പറഞ്ഞാൽ സിംപിളി ബോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോർഡർ സെറ്റ് ചെയ്യണമെന്ന് അർത്ഥമുള്ളൂ. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൈന്യൂട്ട് ബോർഡർ പോലെ വന്നിട്ടുണ്ട്. ഇതോടെ കട്ട് കൂട്ടണമെങ്കിൽ ബോർഡർ -2 എന്ന് വെച്ചാൽ ഇച്ചിരിയുടെ വലിപ്പമുള്ള ബോർഡർ എന്നർത്ഥം. ഓക്കെ, ഒരു 2 പിക്സൽ. ഓക്കെ, ഒരു ബോർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബോർഡറിന്റെ ഒരു കളർ, എനിക്ക് ബോർഡറിന്റെ കളറൊക്കെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ബോർഡർ ഹൈഫൺ, എനിക്കിപ്പോൾ ഒരു കളർ സെറ്റ് ചെയ്യണം, റെഡ് - ഒരു 500 ആണെന്ന് വിചാരിച്ചോ. ആ ഒരു കളറുള്ള ഒരു ബോർഡറിനെ സെറ്റ് ചെയ്ത്, കണ്ട ഒരു ബോർഡർ വന്നോ, മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ബോർഡർ സെറ്റ് ചെയ്യണം. അപ്പോൾ ബോർഡർ നമ്മൾ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ബോർഡറും ആ സൈനപ്പ് എന്നുള്ളത് കൺജസ്റ്റ് ആയിട്ടിരിക്കുക. ഇച്ചിരി എനിക്കൊന്ന് വീതി കൂട്ടണം. വിഡ്ത്ത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. വിഡ്ത്ത് - ഒരു 32 ഉപയോഗിച്ച്, അത് ഇത്തിരി കൂടിപ്പോയി, 24. പല പല വാല്യൂസ് ഉണ്ട് കേട്ടോ, നമുക്ക് അതൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ഹൈറ്റ് നമുക്ക് ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് ഭയങ്കര എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് എന്തോരം സൈസ് എടുത്തിട്ടുണ്ട് അത്രയും വലുപ്പത്തിൽ നിൽക്കുന്നുണ്ട്. അതാണ് അത്രയും വലുതായിട്ട് ഹൈറ്റ് നിൽക്കണം. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഹൈറ്റ് ഇവിടെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും, ഒരു 20 സ്പെസിഫൈ ചെയ്ത, അല്ലെങ്കിൽ ഇപ്പൊ ഒരു 4 സ്പെസിഫൈ ചെയ്യാം. കണ്ട, അപ്പൊ അതിനനുസരിച്ച് എനിക്ക് മാറ്റാൻ പറ്റും. കണ്ട, അപ്പൊ സൈനപ്പും സൈനിനും അത്യാവശ്യം ഒരു വലിപ്പത്തിലാണ് വന്നേക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്തത്. ബോർഡർ നമ്മൾ പഠിച്ചു, ടെക്സ്റ്റിന്റെ കളർ. ഇനിയിപ്പോ നമുക്കിപ്പോ ഒരു ടെക്സ്റ്റിന്റെ കളർ മാറ്റാൻ വിചാരിച്ചോ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് -റെഡ്. പല പല കളേഴ്സ് ഉണ്ട്. ടെക്സ്റ്റ് -500 എന്ന് കൊടുത്ത്, കണ്ട ഇപ്പൊ ചുമന്ന കളർ. ഓക്കെ, കൂൾ. ഇനി ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് എഴുതിയേക്കണം, സൈനപ്പ് എന്ന് എഴുതിയാണ്, സൈൻ എന്ന് പറഞ്ഞേക്കണത് ഇത് ഇങ്ങനെ കയറി ഇറങ്ങിയിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടി എനിക്ക് ഒരുമിച്ച് കൊണ്ടുവരണം, ഒരേ വരിയിൽ കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് ഫ്ലെക്സിന്റെ ഒരു ഒപ്പമുള്ള ഒരാളാണ് അലൈൻ ഐറ്റംസ്. അപ്പൊ നമുക്ക് അയാളെ ഐറ്റംസ് - ഇനി നമുക്ക് എങ്ങനെ വേണ്ടത്, എൻഡ് വേണോ, സ്റ്റാർട്ട് വേണോ, സെന്റർ വേണോ. ഇതിപ്പോ എല്ലാവരും സെന്ററിൽ കൊണ്ടുവരാൻ നമ്മൾ സെന്ററിന്ന് കൊടുക്കാം. അപ്പൊ ഇവരെല്ലാവരും ഒറ്റ ലൈനിൽ. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാണ് ബേസിക്കലി എന്തെന്ന്, സൈനപ്പും സൈനിങ്. ഇതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ഇംഗ്ലീഷ് എന്ന് എഴുതിയേക്കുന്ന സാധനമില്ലേ, ഈ ഇംഗ്ലീഷ് എന്ന് എഴുതിയേക്കണത് നമുക്ക് ഇച്ചിരി വലിപ്പം കൂട്ടണം. ഓക്കെ, അപ്പൊ ഈ ഇംഗ്ലീഷ് എന്ന് എഴുതിയാണെങ്കിൽ വിഡ്ത്ത് ആയിട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സെലക്ടിന്റെ അകത്ത് ഒരു ക്ലാസ് കൊടുക്കും. നമ്മൾ ടെക്സ്റ്റ് LG കൊടുത്തിട്ട് ബോർഡർ കൊടുത്തിട്ട് ഇതേ സ്പെസിഫിക്കേഷനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരാൻ പറ്റും. കണ്ട, പക്ഷെ ഇവിടെ ഇപ്പൊ എനിക്ക് വേണ്ട സാധനം എന്ന് വെച്ചാൽ ബോർഡർ സെറ്റ് ചെയ്ത്, പക്ഷെ എനിക്കിപ്പോ BGയിലെ ബാക്ക്ഗ്രൗണ്ട് ഇതിന്റെ അകത്ത് എനിക്ക് റെഡ് കളർ വേണം. അപ്പൊ ഞാൻ പറയുന്നത് BG ബാക്ക്ഗ്രൗണ്ട് BG -red -500 എന്ന് കൊടുത്ത്. അപ്പൊ എന്ത് ചെയ്ത്, ഇത് ചുമല കളറിലായി, ബാക്ക്ഗ്രൗണ്ട് കളറായി. അപ്പൊ എനിക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് ടെക്സ്റ്റ് ഒന്ന് വൈറ്റ് കളറാക്കണം. അപ്പൊ ടെക്സ്റ്റ് -വൈറ്റ് എന്ന് കൊടുത്ത്,
മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്ത് ഞാൻ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ഇത് കംപ്ലീറ്റ് ചെയ്യും. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ബോർഡർ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കുറച്ചൊന്ന് കെർവ് ചെയ്യണം. ഇത് ഭയങ്കര ഷാർപ്പായിട്ടിരിക്കുകയാണ്, അതൊന്ന് കെർവ് ചെയ്യണം. കെർവ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് റൗണ്ടഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. റൗണ്ടഡ് എന്ന് വെച്ചാൽ കെർവിങ് റൗണ്ട് ചെയ്യണതിനാണ് പറയണം. ഇപ്പോൾ ഒരു MD കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ചെറുതായിട്ട് റൗണ്ട് ചെയ്തിട്ടുണ്ട്. അതേ സാധനം തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ രണ്ടു പേർക്കും കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവരെല്ലാവരും റൗണ്ടഡ് ആയിട്ടുള്ള ഫോമിൽ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ. ഓക്കെ, ഇനിയിപ്പോ എനിക്ക് സൈൻ എന്ന് പറഞ്ഞ സാധനം ഒന്ന് ബോൾഡ് ആക്കണം, ആ റൈറ്റിംഗ്. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഫോണ്ട് ഹൈഫൺ ബോൾഡ്. ഫോണ്ട് എന്ന് പറഞ്ഞ സാധനം വെച്ചാൽ പറയണം. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഫോണ്ട് തിന്നി അങ്ങനെ പല പല സെമി ബോൾഡ് ബ്ലാക്ക് ഒക്കെ ഉണ്ടാവും. ബോൾഡ് അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ള രീതി. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഫോണ്ടിന്റെ ബോൾഡ്നെസ്സും കാര്യങ്ങളും സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള സ്റ്റൈലിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ മെയിൻലി സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വരേണ്ട ഒരു കൺസെപ്റ്റ് ആണ്. ഇനിയിപ്പോ ഈ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് ശരിക്കും നിൽക്കണം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ മൊത്തം ഡിവിന് ഒരു BG കൊടുക്കാം. BG ബ്ലാക്ക് എന്ന് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഒരു ബ്ലാക്ക് കളർ വന്നു. ഓക്കെ, ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇപ്പൊ ഒരു ബ്ലാക്ക് കളർ കൊണ്ടുവന്നു. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോണത്, ഇപ്പോ ഇവിടുത്തെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ സൈൻ എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഹോവർ ചെയ്യണ സമയത്ത്, എന്ന് വെച്ചാൽ മൗസ് കൊണ്ട് വെക്കുന്നതിന് ഹോവർ എന്ന് പറയണം. ഹോവർ ചെയ്യണ സമയത്ത് ഇതിന്റെ കളർ മാറുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് ആവാനായിട്ട്. അപ്പൊ അതും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണ രീതി എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു ബട്ടൺ എടുത്ത് സൈനപ്പ്. സൈനപ്പിന്റെ അകത്ത് ഞാൻ പറയുകയാണ് ഹോവർ. ആദ്യം ഹോവർ അടിക്കുക, ഒരു കോളൻ അടിക്കുക. അപ്പൊ ഹോവർ ചെയ്യുമ്പോൾ എന്നായി അതിന്റെ അർത്ഥം. ഹോവർ ചെയ്യുമ്പോൾ BG എന്താവണം, റെഡ് ഹൈഫൺ 500 ആവണം. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇനി ഹോവർ ചെയ്യുന്ന സമയത്ത് റെഡ് ആവും. അപ്പൊ ഇത് റെഡ് ആയി കഴിയുമ്പോൾ ഒന്നും കാണാൻ പറ്റണല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, എനിക്ക് ടെക്സ്റ്റ് വൈറ്റ് ആവണം ആ സമയത്ത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ പക്ഷേ സ്പെസിഫൈ ചെയ്യണം കേട്ടോ. അപ്പൊ ഹോവർന്ന് ഒന്നും കൂടെ പറയണം. അപ്പൊ ഹോവർ ചെയ്യുമ്പോൾ ആദ്യം ഇത് സംഭവിക്കണം, അതിന്റെ ഒപ്പം ഇതും കൂടെ സംഭവിക്കണം. ഒരുമിച്ച് എഴുതാൻ പറ്റൂല. ഇവിടെ എന്ത് ചെയ്തു, ഇപ്പൊ ഞാൻ ടെക്സ്റ്റ് ഹൈഫൺ വൈറ്റ് എന്ന് അടിച്ച് കണ്ടില്ലേ, എങ്ങനെ എഴുതാ, ഇത് കണ്ട ടെക്സ്റ്റ് വൈറ്റ് പോവും, ബാക്ക്ഗ്രൗണ്ട് പോവും. ഇതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സിമിലർലി എനിക്ക് ഇതേ സിനേറിയോ ഇവിടെയും കൊണ്ടുവരാൻ പറ്റും. ജസ്റ്റ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈനിലും സെയിം സിനേറിയോ കൊണ്ടുവരാൻ പറ്റും. ഇതാണ് ഹോവറിംഗ് എഫക്ട്സ്. ഓക്കെ, ബേസിക്കലി മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യണം. ഇനി ഇപ്പൊ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ടെയിൽവിൻ്റെ അകത്ത്. നമ്മളിപ്പോ ടെയിൽവിൻഡ് CSS എന്ന് പറഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. നമുക്കിത് ഇവിടെ നോക്കിയാൽ കളേഴ്സ് കാര്യങ്ങൾ സെറ്റ് ചെയ്യണതും ഫ്ലെക്സും ഇങ്ങനെ പല പല സാധനങ്ങളുണ്ട്. ഇത് ഓരോരോ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമ്മളിത് എന്ത് ചെയ്യും, പഠിച്ചു. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഗൈസ്, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാൻ പഠിക്കുക. മെയിൻ ആയിട്ട് കൂടുതലും കാര്യങ്ങളും മനസ്സിലാക്കി പോവുക. ഓക്കെ, ബൈ.